ഇപ്പോൾ ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് പറയാനില്ല. നമ്മൾ ഇത് കൂടുതലൊരു വിവാദത്തിലേക്ക് ഞാൻ തയ്യാറല്ല, മനസ്സിലായോ? കാരണം എൻ്റെ പിതാവിനെ ഇതിലേക്ക് ഞാൻ എന്താ പറയുക, കൂടുതൽ ഒരു വിവാദത്തിലേക്ക് ഞാൻ വലിച്ചഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേരള സമൂഹത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. മാത്രമല്ല, ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ എടുത്തു നോക്കുക. ഞാൻ എന്തു പറഞ്ഞു? വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു കുടുംബമാണ് ബാലകൃഷ്ണ സാറിൻ്റെ. അദ്ദേഹം ജയിലിലായിരിക്കുന്ന സമയത്തും അതിനുശേഷമൊക്കെ എൻ്റെ അമ്മ ദിവസവും ആൻറ്റിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത്രയ്ക്ക് അടുത്ത ബന്ധം എല്ലാ ബാരിയേഴ്സിനും അപ്പുറം ഞങ്ങളുടെ കുടുംബങ്ങളുമായിട്ടുണ്ട്. ഇപ്പം ഗണേശന് ഞങ്ങളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഒരു പ്രതീക്ഷയുള്ള നേതാവായിരുന്നു, വലിയ പ്രതീക്ഷയുള്ള നേതാവായിരുന്നു അദ്ദേഹം. ആ പ്രതീക്ഷ അസ്ഥാനത്തായോ എന്നുള്ളത് മാത്രമല്ല ഞാൻ പറഞ്ഞു. ഞാൻ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞിട്ടുണ്ടോ? ഇതിൻ്റെ അപ്പുറം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇതിനപ്പുറം എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാണിക്കുക. മകനെ പോലെ കണ്ടിരുന്ന ഒരാളെ എന്നുള്ള നിലയ്ക്ക് ഗണേഷ് അതെ, ഞാനിപ്പോ പറഞ്ഞതെല്ലാം ഇല്ലേ, എൻ്റെ മദറും അദ്ദേഹത്തിന്റെ മദറും ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളൊരു ഫാമിലി ആയിരുന്നു. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉള്ള നേതാവ് ഉയർന്നു വരുമ്പോൾ ഗണേശനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളായിരുന്നു.